السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وشيخ المشائخ صدر الشريعة العلامة أمجد علي العالمي ومؤيد الملة العلامة أبي السعادات شهاب الدين أحمد كوي الشالياتي وجميع مشائخنا في سلسلتهما وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. وتمت كلمة ربك صدقا وعدلا صدق الله العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, സദുർശരിയ അലാമ അംജദ് അലിയുൽ ആലമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ 79ാമത്തെ ഉറൂസ് മുബാറക് യൗമുൽ അസാത്തിദ ദുൽഖഅദ 1-2, അതായത് ഏപ്രിൽ 30 ബുധനാഴ്ച, പിന്നെ മെയ് 1 വ്യാഴാഴ്ച ദിവസം ആണ് ഉറൂസ് മുബാറക്ക് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് മുസ്നദുദ് ദിയാറിൽ ഹിന്ദിയ മുഹദ്ദിസുൽ കബീർ അല്ലാമ ദിയാഉൽ മുസ്തഫൽ ഖാദിറുൽ അംജദി ഹഫിളഹുല്ലാഹു തആല വതവ്വലല്ലാഹു ഉംറഹു മഅ സ്സുഹത്തി വൽ ആഫിയ മഹാനവറുകളുടെ നേതൃത്വത്തിൽ ജാമിയ അംജദിയ റളിയയുടെ ആ നഗരിൽ വെച്ച്, അംജദാബാദിലെ ആ നഗരിൽ വെച്ച് സദുർശരിയ റഹിമഹുള്ളയുടെ മഖ്ബറത്തു ഷരീഫ മഖാമു സദുർശരിയയിൽ വെച്ച് നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക് അല്ലാഹു തആല മഹാനവറുകളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. ആ ഉറൂസ് അംജദി ആലമി റഹിമഹുള്ളയുടെ സന്ദേശം എന്ന നിലക്ക് മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥമായ ബഹാറു ശരീഅത്ത്, ആ ബഹാറു ശരീഅത്തിൻ്റെ ദർസു ബഹാറു ശരീഅത്ത് 1, മറ്റൊന്ന് ബഹാറു ശരീഅത്തിൻ്റെ ദർസും അതിൻ്റെ വിശദീകരണവും, ആ ദിറാസാത്തുകളുടെ ഒരു തുടക്കമാണ് ഈ ദിറാസത്തുൽ അസ്ഹരിയ. ജിസ്കെ ദം സെ ബഹാരെ ശരീഅത്ത് മിലി ऐसे सदरे शरीअत पे लाखों सलाम. मदीने का मुसाफिर हिंद से पहुंचा मदीने में, कदम रखने की भी नौबत न आई थी सफीने में. जिसकी हर हर अदा सुन्नत मुस्तफ़ा, ऐसे सदरे शरीअत पे लाखों सलाम. दरे अमजद से मंगता को बराबर भीख मिलती है, गदा पहुंचे तवंगर या सुवाली इल्म हिकमत का. ഏതായാലും സദുർശരിയ അല്ലാമ അംജദ് അലിയുൽ ആലമി അലൈഹി റഹ്മത്തു വറുൽവാൻ വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിറാസയിൽ അവിടുത്തെ മൗലൂദും അൽയാഇയത്തുൽ അംജദിയ ഫി മനാഖിബ് സദുർശരിയ, അതിൻ്റെ ആശയമാണ് നാം സംസാരിച്ചത്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട അല്ലാമ സദുർശരിയ അംജദ് അലിയുൽ ആലമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ എഴുതിയ ബഹാറു ശരീഅത്ത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിൽസിലത്തുൽ ഫഖരിയ ഫഖറുദ്ദീൻ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ചേർക്കപ്പെട്ട മലബാറിലെ ദർസും, അതുപോലെ സിൽസിലത്തുൽ നിളാമിയ നിളാമുദ്ദീൻ സഹാൽവി റഹ്മത്തുള്ളാഹിലേക്ക് ചേർക്കപ്പെട്ട ദർസുൻ നിളാമി, ഈ 2 സിലബസിലും 2 നിസാബിലും 2 സിൽസിലയിലും ഒരുപാട് ഫർള് ഐനായിരിക്കുന്ന ഉലൂമ്, അഖായിദ്, ഫിഖ്ഹ്, തസവുഫ്, മുആമലത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട അഖായിദ്, ഷറഹുൽ അഖായിദ്, അതുപോലെ അൽ മുഅ്തഖദുൽ മുൻതഖദ്, അതുപോലെ അൽ മുസ്തനദുൽ മുഅ്തമദ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ, അതുപോലെ ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം സിലബസിൽ ഉണ്ട്, നിസാബിൽ ഉണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീന് ഫിഖ്ഹും തസവുഫും അഖ്ലാഖും കൂടിയ ഒരു ഗ്രന്ഥം, തസവുഫും അഖീദയും ഫിഖ്ഹും അതുപോലെ തസവുഫും. അതുപോലെ ഗ്രന്ഥമാണ് അൽ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു എഴുതിയ അൽ ഗുനിയത്തു ലിത്വാലിബി ത്വരീഖിൽ ഹഖ്, അബ്ദുൽ ഗനി നാബുൽസി റഹിമഹുല്ലാഹു എഴുതിയ അൽ ഹദീഖത്തു നദിയ, അതുപോലെ അമീനുദ്ദീൻ ഇർബലി
റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ തൻവീറുൽ ഖുലൂബി ഫി മുആമലത്തി അല്ലാമിൽ ഖുയൂബ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ. ബഹുമാനപ്പെട്ട സദ്റു ശരിയ അല്ലാമ അംജദ് അലിയുൽ ആദമി അലൈഹി റഹ്മത്തു വ റിദ്വാൻ വ നഫഅനാ ബിഹി മഹാനവറുകൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബഹാറു ശരീഅത്ത്, ബഹാരെ ശരീഅത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. നമ്മളിൽ പലരും ത്വയ്ബത്തുൽ ഉലമ അൽ ജാമിയത്തുൽ അംജദിയത്ത് റദ്വിയ എന്ന് പറഞ്ഞ മഹത്തായ സ്ഥാപനത്തിൽ പഠിക്കുന്ന കാലത്തും ആ പഠനത്തിന്റെ ശേഷം അവിടുന്ന് ഫറാഹത്തിന്റെ സമയവും അതിന്റെ ശേഷം ഫാരിഖായ ശേഷവും എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് സദ്റു ശരിയ റഹ്മത്തുള്ളാഹിയുടെ ബഹാറു ശരീഅത്ത് പരിപൂർണമായി, പ്രത്യേകിച്ചും അതിൻ്റെ അഖായിദിൻ്റെ അത് വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശത്തിൽ ആ ഒരു ഉദ്ദേശത്തിൽ ജംഇയ്യത്തുൽ ദിയാഇസ് സുന്നത്തിൽ അംജദിയീൻ, അതായത് സിയാഉസ്സുന്ന അംജദീസ് അസോസിയേഷൻ, കർണാടകയിലെ ഉസ്താദുമാരും കേരളത്തിലെ ഉസ്താദുമാർ ഹഫ്ളഹുമുല്ലാ പലപ്പോഴും പല ഇജ്തിമാകളിലും അത് ബഹ്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഉറൂസുമായി ബന്ധപ്പെട്ട ബഹാറു ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പലപ്പോഴും ബഹ്സ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ദിറാസകൾ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഉദ്ദേശിക്കുന്ന 79ാമത്തെ ഈ ഉറൂസുമായി ബന്ധപ്പെട്ട ബഹാറു ശരീഅത്തിന്റെ ഒന്നാമത്തെ വാല്യം, ഒന്നാമത്തെ ഹിസ്സ, ഒന്നാമത്തെ റിസാല അഖായിദിനെ സംബന്ധിച്ചാണ് പരിപൂർണമായി എഴുതിയത്. ദർസ് ഗ്രന്ഥങ്ങളിൽ ഷറഹുൽ അഖായിദ്, അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ചും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീന്റെ കിതാബുൽ അഖായിദ്, ബയാനുൽ അഖായിദ് എന്ന പറയുന്ന അതും, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ എഴുതിയ റിസാലത്തുൽ ഖുദ്സിയ ഫി ഖവായിദിൽ അഖായിദ്, അർ-റിസാലത്തുൽ ഖുദ്സിയ ഫി ഖവായിദിൽ അഖായിദ് എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥം, അത് നാം ധാരാളം പഠിക്കുകയും മുതാലാ ചെയ്യുകയും വളരെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടതുമായ സംഗതികളാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല, റബ്ബിന്റെ കലിമാത്ത് താമായി സിദ്ഖിലും അദിലിലും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞത് കാണാം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആരുടെയും ആഖിബത്ത് നന്നായാൽ, കാരണം വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, സൂറത്തുൽ ഹജ്ജ് 41ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു അവന്റെ തൗഫീഖ്, അവൻ നൽകുന്ന തൗഫീഖ് കൊണ്ട് നമുക്ക് ഈമാൻ സലാമത്തായി ഈ ലോകത്തോട് വിട പറയാൻ കഴിയുള്ളൂ. വജാഅത്ത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, സൂറത്തുൽ ഖാഫ് 19ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ഉണ്ട്. സയ്യിദുനാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പല മഹാന്മാരും തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഖൂത്തുൽ ഖുലൂബ് 35ാമത്തെ ഫസലിലും, അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ ബയാനുൽ അഖായിദിലും അർ-റിസാലത്തുൽ ഖുദ്സിയിലും എല്ലാം രേഖപ്പെടുത്തതായി കാണാം. അർ-റിസാലത്തുൽ ഖുദ്സിയ ഇഹ്യാ ഉലൂമുദ്ദീന്റെ അഖായിദിന്റെ ഒരു വിശദീകരണം, ഖവായിദുൽ അഖായിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ഒരു ഗ്രന്ഥം കൂടിയാണത്. ഖവായിദുൽ അഖായിദിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തബീൻ കദിബിൽ മുഫ്തരി ഫീമാ നുസിബ ഇലൽ ഇമാമി അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്രയിൽ പറഞ്ഞത്, കുല്ലു സുന്നിയിൻ ലാ യകൂനു ഇൻദഹു അത്തബീൻ ഫലൈസ മിൻ അംരി നഫ്സിഹി അലാ ബസീറ. ഓരോ സുന്നിയുടെ അടുക്കലും അഹ്ലുസുന്നയുടെ ഓരോ പണ്ഡിതന്മാരുടെയും മുതഅല്ലിമീങ്ങളുടെ അടുക്കൽ ഈ ഒരു ഗ്രന്ഥം തബീൻ കദിബിൽ മുഫ്തരി എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം ഉണ്ടാകണം. ആ ഗ്രന്ഥമുണ്ടായാൽ അവർക്കൊരു അഹങ്കാഴ്ച ഉണ്ട് എന്നൊക്കെ താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്രയിൽ പറഞ്ഞു. അത്തബീനു ലാ കുല്ലു സുന്നിയൻ ലാ യകൂനു ഇൻദഹു അത്തബീൻ ഫലൈസ മിൻ അംരി നഫ്സിഹി അലാ ബസീറ എന്ന് പറഞ്ഞത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് മഹാനവറുകൾ പറഞ്ഞത് എന്ന് നാം ചിന്തിക്കണം. ആ ഖവായിദുൽ ആ തബീൻ കദിബിൽ മുഫ്തറിയിൽ പോലും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖവായിദുൽ അഖായിദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ
ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞത് കാണാം. ബിഷാറത്തുൻ അലീമ എന്ന നിലക്ക് റുഇയ സ്വാലിഹ, ഒരു നീണ്ട ഒരു സംഭവം. 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും ആ 4 മദ്ഹബിലുള്ള ഇമാമീങ്ങളുടെ ആ ഗ്രന്ഥങ്ങൾക്കും ആ മഹത്വങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മീയ ലോകത്ത് അവർക്ക് ആശീർവാദം നൽകിയതും അതിന് ശക്തി നൽകിയതും പ്രേരണ നൽകിയതും എല്ലാം വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം ഖവായിദുൽ അഖായിദിന്റെ മഹത്വവും ഇമാം ഗസാലി ഐനൽ ഗസാലി എന്ന് ആത്മീയ ലോകത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതും ആ മഹത്തായ ഖവായിദുൽ അഖായിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശറഫാക്കപ്പെട്ട മുഖത്തിൽ വലിയ സന്തോഷം വെളിവായതും ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ ആലിംഗനം ചെയ്ത വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഹാഫിൾ അബുൽ യമൻ ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അത്തമീൽ കദീബിൽ മുഫ്തദിൽ രേഖപ്പെടുത്തുന്നു. അത് തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഅദത്തുദ്ദാറൈനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല, ആ ഖവായിദുൽ അഖായിദിൽ തന്നെ ഈ സൂറത്തുൽ അൻആമിൽ 115-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് പറയുന്നു, ഒരാളുടെ ആഖിബത്ത് നന്നായോ ഒരാളുടെ ഖാത്തിമത്ത് ഈമാനോട് കൂടെ ആയാൽ അവനിക്ക് സിദ്ഖ് ഉണ്ട് എന്നും, ഒരാളെ ഖാത്തിമത്ത് ശിർക്കിലായി പോയാൽ അവനിക്ക് അള്ളാഹുവിന്റെ അദില്, ശരിക്കുള്ള ഒരു തീരുമാനം അള്ളാഹുവിന്റെ, കാരണം അള്ളാഹു കൂലി നൽകുന്നത് അവന്റെ മഹദായ ഫദ്ലാണ്, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നത് അള്ളാഹുവിന്റെ അതിലാണ് എന്ന് വിശദമായി മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ ഏതായാലും നമുക്ക് ഈമാൻ ലഭിക്കണം. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി വിശദീകരിച്ചതുപോലെ സയ്യിദുന അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാൾക്ക് ആഖിബത്ത് മോശപ്പെടുമെന്ന് പേടിയില്ലെങ്കിൽ അവന്റെ ആഖിബത്ത് മോശപ്പെട്ടു പോകുമെന്ന് ഖൂത്തുൽ ഖുലൂബ് 35-ാമത്തെ ഫസിൽ, അതുപോലെ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി ഇഹ്യാ ഉലൂമുദ്ദീൻ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഈ ഖൗൽ മുബാറക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ചില തെറ്റുകളൊക്കെ അതിന്റെ കാരണം കൊണ്ട് അവസാനം ആഖിബത്ത് മോശപ്പെടാൻ സാധ്യതയുണ്ട് എന്നും, മാത്രമല്ല അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകളും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാരഥന്മാർ ഇഹ്യാ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ മുഖ്തസറായിരിക്കുന്ന ലുബാബുൽ ഇഹ്യാ അതിലൊക്കെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഖവായിദുൽ അഖായിദ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിലെ ആ റിസാല നാം ധാരാളം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്ലുസുന്ന അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അത്വാഇ നബവിയ്യ ഫിൽ ഫതാവ റൾവിയയുടെ അൽ മബാഹിസുൽ കലാമിയ്യ, കിതാബുൽ അഖായിദ് വൽ കലാം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം, ആ റിസാലകളെല്ലാം നമ്മൾ ധാരാളം പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അതിൻ്റെയൊക്കെ ശക്തിയാണ് ബഹുമാനപ്പെട്ട സദുർശരിയ അല്ലാമ അംജദ് അലിയുൽ ആദമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ എഴുതിയ ബഹാറു ശരിയത്ത്. ശറഹുൽ അഖായിദ്, ദർസുൽ നിളാമി, ദർസുൽ ഫഖരി എല്ലാത്തിലുമുണ്ട്. ശറഹുൽ അഖായിദിന് ഒരുപാട് ഇമാമീങ്ങൾ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അതിന് ശറഹുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അടുത്ത കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൽ ഹയാത്തുള്ളവരും പല പണ്ഡിതന്മാരും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫിത്നകളും ബിദ്അത്തുകാരുടെ ശുറൂറും എല്ലാം വിശദമായി അതിന് ശറഹും ഹവാഷി എല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നോക്കുകയും പഠിക്കുകയും വേണം. അതോടുകൂടെ മഹാനായ സദുർശരി അല്ലാമ അംജദ് അലിയുൽ ആദമി റഹ്മത്തുള്ളാഹി അലൈഹി ബഹാറു ശരീഅത്ത് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, ആ മഹത്തായ ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം അഖായിദ്, അത് ബാക്കിയുള്ളത് ഹനഫി ഫിഖ്ഹാണ് അധികവും ബഹാറു ശരീഅത്തിലുള്ളത്. ചില ഭാഗങ്ങൾ ആദാബും അഖ്ലാഖും അത് എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ചും അതിന്റെ 1-ാം വാല്യം അഖായിദിനെ സംബന്ധിച്ച് പറഞ്ഞ മഹത്തായ ഒരു റിസാല, അത് എല്ലാവർക്കും ഹനഫികളായാലും ഷാഫിഈകളായാലും മാലിക്കി ഹംബലികളായാലും എല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ശരിക്കും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മുതാലാ ചെയ്യേണ്ടതുമായ ഒരു ഗ്രന്ഥമാണ് ബഹാറു ശരീഅത്തിന്റെ 1-ാമത്തെ വാല്യം. ബാക്കിയുള്ള ഫിഖ്ഹിന്റെ മസലൊക്കെ പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതേ സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മൾ അതിൽ ഇസ്തിഖാമത്തോടുകൂടെ ഉറച്ചു നിൽക്കാനും ബഹാറു ശരീഅത്തിന്റെ 1-ാം വാല്യം വളരെ പ്രധാനമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. അതും ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ
എഴുത്തിമാതുള്ള ഒരു മഹാനാണ് സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി. റംഗൂൻ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മൗലൂദ് മനാഖിബ് വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ റംഗൂൻ എന്ന സ്ഥലത്ത് ദീനിന്റെ ശത്രുക്കളിൽപ്പെട്ട, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളിൽപ്പെട്ട അഷ്റഫ് അലി ഥാൻവി ദേവബന്ദി വഹാബി ഹിഫ്ദുൽ ഈമാൻ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ, സാധാരണക്കാരെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി പല വിധത്തിലുള്ള പ്രസംഗങ്ങളും മറ്റും പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലാന്റെ ഹദ്റത്തിലേക്ക് റംഗൂന്റെ ആളുകൾ കത്തെഴുതുകയും മഹാനവരുകളെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ മഹാനായ സദുർ ശരിയ അല്ലാമ അംജദ് അലിയുൽ ആദമി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവരുകളെയാണ് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അയച്ചിട്ടുള്ളത്. ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹിനെ റംഗൂനിലേക്ക് അയച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടി സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി വരുമ്പോൾ എടുക്കൊരു കാര്യം പറയാം. റംഗൂൻ എന്ന് പറയുന്ന സ്ഥലം, പണ്ട് റംഗൂൻ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ബർമയിൽപ്പെട്ട സ്ഥലമാണ് റംഗൂൻ. ഏതുപോലെ ഇന്ത്യയിൽപ്പെട്ട സ്ഥലം ഇപ്പോഴും മുമ്പും നമ്മുടെ തൈബത്തുൽ ഉലമ ജാമിയ അംജദിയ റളിയ എന്ന് പറഞ്ഞ മഹത്തായ സ്ഥാപനമുള്ള സ്ഥലം, സദുർ ശരിയ റഹ്മത്തുള്ളാഹിയുടെ മഖാമുള്ള സ്ഥലം, ഘോസി എന്ന് പറയുന്ന സ്ഥലം, ഘോസി ഷരീഫ്, അത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 115 വർഷങ്ങളോളം അതിന്റെ ജില്ല ആസംഗഡായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും കുറച്ച് കാലങ്ങൾ അത് ആസംഗഡ് ജില്ലയിൽ പെട്ടതായിരുന്നു ഘോസി എന്ന് പറഞ്ഞ സ്ഥലം. പിന്നീട് അത് മൗ ജില്ലയിൽപ്പെട്ടു. മൗ ജില്ലയിൽപ്പെട്ട, ഇപ്പോഴും മൗ ജില്ലയിൽപ്പെട്ടതാണ് ഘോസി എന്ന് പറഞ്ഞ സ്ഥലം. അത് വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതായാലും ബഹുമാനപ്പെട്ട സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളെ ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി റംഗൂനിലേക്ക് അയക്കുകയാണ് ദീനി പ്രചരണത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടി. ഏതുപോലെ ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ തന്റെ സഹോദരി മർഹൂമ ആമിന ശാലിയാത്തിയ നവ്വറല്ലാഹു മർഖദഹ, ശാരിയാത്തു ഷരീഫ, അവിടെ മഖാമു ഷാലിയാത്തിൽ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് മറവട്ടെടുക്കുന്നത് അവിടുത്തെ സഹോദരിയായ മർഹൂമ ആമിന എന്നവരാണ്. മർഹൂമ ആമിന, അവരുടെ ഭർത്താവ് അതായത് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ അടിയൻ മർഹൂം അഷൈഖ് ഇബ്രാഹിം കോയ ഷാലിയാത്തി നവ്വറല്ലാഹു മർഖദഹ, ബഹുമാനപ്പെട്ട ശൈഖുന മുനബ്ബിഹുൽ ഉലമ അബൂബക്കർ ഷാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ പിതാവും കൂടിയാണ്. ഇബ്രാഹിം കോയ ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിനെ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി റംഗൂനിലേക്ക് ഖാദിയായിട്ടും മറ്റും ദീനി പ്രചരണത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടി റംഗൂനിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ആ റംഗൂൻ എന്ന സ്ഥലത്തേക്ക് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി പേരിന്റെ വിവരം അറിഞ്ഞപ്പോൾ അവിടുന്ന് അഷ്റഫ് അലി ഥാൻവി ഓടി രക്ഷപ്പെട്ടത് വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ എന്നും ഫബുഹിത്തല്ലദീ കഫർ എന്ന അതിന്റെ വിശദീകരണം അവിടെ ശരിയായി വെളിവാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ബഹാറു ശരീഅത്ത് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ ദർസ് ബഹാറു ശരീഅത്ത് അത് നമുക്ക് തുടരുന്നതിന്റെ മുമ്പ് അതിന്റെ 1ാമത്തെ വാല്യത്തിലുള്ള അഖായിദിലുള്ള ഇസ്തിലാഹ്, ഓരോ ഗ്രന്ഥത്തിന്റെയും ഇസ്തിലാഹ് മനസ്സിലാക്കണം. അതിന്റെ ഓരോ വിഷയത്തിലേക്കും നമ്മൾ മനസ്സിലാക്കിയാൽ, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഉപയോഗിക്കുന്ന രൂപം മനസ്സിലാക്കിയാൽ വ്യത്യസ്തമായ പാത്രത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ഫന്നിന്റെയും ഇസ്തിലാഹ് മനസ്സിലാക്കണം. ഏതായാലും ബഹാറു ശരീഅത്തിന്റെ 1ാമത്തെ ജുസ് അഖായിദിനെ സംബന്ധിച്ച് പറഞ്ഞതിലുള്ള പ്രധാനപ്പെട്ട ചില ഇസ്തിലാഹുകളാണ് ഈ ദിറാസയിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇൽമുദ്ദാത്തി എന്ന് പല സ്ഥലത്തും സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇൽമുദ്ദാത്തി എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലാഹ് അൽ-അത്വാഇ നബവിയ ഫിൽ ഫതാവ റളിയയുടെ 23-ാം വാല്യം 503-ാമത്തെ പേജിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇൽമുദ്ദാത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കൊടുക്കാതെ സ്വന്തമായി ഉണ്ടാകുന്ന ഇൽമ്, സ്വന്തത്തിന്റെ ദാത്തിൽ ഉണ്ടാകുന്ന ഇൽമ്, വേറെ ആരും കൊടുക്കാത്ത ഇൽമ്, മറ്റുള്ളവരെ കൊടുതിയില്ലാതെ സ്വന്തമായി ഉണ്ടാകുന്ന ഇൽമ്, അതിനാണ് ഇൽമുദ്ദാത്തി എന്ന് പറയാം. ഈ ഇൽമുദ്ദാത്തി
അത് അള്ളാഹുവിൻ്റെ മാത്രമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അതുള്ളത്. ഇൽമു ദാത്തി എന്ന് പറയുന്ന ഇൽമ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്താവുൽ ഇമാമിൻ നബവി റഹിമഹുല്ലാ, അതുപോലെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ ഫത്താവുൽ ഹദീസിലൊക്കെ ഇൽമുൽ ഇസ്തിഖ്ലാൽ ലാ നഅലമു ദാലിക ഇസ്തിഖ്ലാലൻ എന്ന വിശദീകരണം നൽകിയത് കാണാം. ഇസ്തിഖ്ലാല് മുസ്തഖില്ലായ ഇൽമ് അത് അള്ളാഹുവിന് മാത്രമാണ്. സ്വന്തമായി മറ്റുള്ളവൻ കൊടുക്കാത്ത ഒരു ഇൽമ് അത് ഇൽമുൽ ദാത്തി, ഇൽമുൽ ഇസ്തിഖ്ലാൽ അത് അള്ളാഹുവിന് മാത്രമാണ്. രണ്ടാമത്തത് ഇൽമുൽ അത്വായി. ഇൽമുൽ അത്വായി എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ ഇൽമ്. അള്ളാഹുവിനുണ്ടാകുന്ന ഇൽമ് എല്ലാം സ്വന്തമാണ്, മറ്റുള്ളവർ ആരും കൊടുത്തതല്ല. അള്ളാഹുവിന് സ്വന്തമായി സ്വയം കഴിവുള്ളവനാണ്, സ്വയം ഇൽമുള്ളവനാണ്. ഇൽമുൽ അത്വായി എന്ന് പറഞ്ഞാൽ ബി ഇലാമില്ലാഹി, അള്ളാഹു അറിയിച്ചു കൊടുക്കൽ കൊണ്ട്, അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട്, അള്ളാഹു നൽകിയ ഇൽമ്, അതിനാണ് ഇൽമുൽ അത്വായി എന്ന് പറയുന്നത്. ഇമാം സാവി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഷിയത്തു സാവി സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തിൽ ഉലൂമുൽ ഖംസയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ദാത്ത നിലക്ക് ഇൽമുണ്ട്. വാസിതയോടുകൂടി അള്ളാഹു നൽകിയ, അള്ളാഹു അറിയിച്ചു കൊടുക്കൽ കൊണ്ട്, ഇലാമ് കൊണ്ട് അത് അമ്പിയാക്കൾ ഔലിയാക്കൾക്കും അറിയാം എന്നൊക്കെ പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമെന്ന് മഹാനായ ഇമാം സാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതുപോലെ, ഏതായാലും ഇൽമുൽ അത്വായി എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് ഉണ്ടാകുന്ന, അള്ളാഹു നൽകിയ ഇൽമ്, അത് ഇൽമുൽ അത്വായി ആണെന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ തന്നെ അൽ അത്വായി നബവിയ്യ 29-ാം വാല്യം 503-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുപോലെ ബഹാറു ശരീഅത്തിൽ പറഞ്ഞ ഒരു ഇസ്തിലാഹ് നമ്മുടെ സാധാരണ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മുഅ്ജിസത്ത് എന്ന് പറഞ്ഞത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ബഹാറു ശരീഅത്ത് തന്നെ 1-ാം വാല്യം 38-ാമത്തെ പേജിൽ കാണാം. നബിയിൽ നിന്ന് നുബുവത്തിന്റെ വാദത്തിന്റെ ശേഷം അഖ്ല് ആദത്തിന് എതിരായി ഉണ്ടാകുന്ന സംഭവം, ബുദ്ധിക്കും പതിവിനിക്ക് വിപരീതമായി നുബുവത്തിന്റെ വാദത്തിന്റെ ശേഷം ഒരു നബിയിൽ നിന്ന് ഉണ്ടാകുന്ന വസ്തു, ആ വസ്തു മുൻകിരീങ്ങളായ ആളുകളെ, നിഷേധിക്കുന്ന ആളുകളെ അശക്തമാക്കുന്നു. അങ്ങനത്തെ ഒന്നിലേക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ആജിസാക്കുന്ന വിധത്തിൽ ബുദ്ധിക്കും പതിവിനിക്ക് എതിരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് കൊടുക്കുന്ന ഒരു പവറാണ് മുഅ്ജിസത്ത്. അത് നബിമാർ നുബുവത്തിന്റെ വാദം, നുബുവത്ത് പ്രഖ്യാപിക്കുമ്പോൾ, നുബുവത്ത് വാദിക്കുമ്പോൾ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശേഷം കൊടുക്കുന്നവർ ഇഖ്തിയാർ, പവറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ കൊടുക്കുന്ന മുഅ്ജിസത്ത്. അതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ബഹാറു ശരീഅത്ത് 38-ാമത്തെ പേജിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. പിന്നെ 4-ാമത്തത് മുഹക്കം. മുഹക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും വെളിവാകും. ആ വെളിവാകുന്നത് അത് തന്നെയാണ് ആ കലാമിന്റെ മക്സദ്, ഉദ്ദേശം അത് തന്നെയാണ്. ശരിക്കും വെളിവാകുന്നു. ആ കലാമിന്റെ മഖ്സൂദും അത് തന്നെയാണ്. അതിലൊരു തഅവീലോ തഖ്സീസോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ തഅവീലും തഖ്സീസും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് അവിടെ അതിന് അവസരവുമില്ല. തഅവീലും തഖ്സീസിന്റെ ആവശ്യവുമില്ല, അതിന്റെ അവസരവുമില്ല. പിന്നെ നസ്ഖ്, തബ്ദീൽ അതിന് സാധ്യതയുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തിനേക്കാണ്, അങ്ങനത്തെ ഉള്ള കലാമിനിക്കാണ് മുഹക്കമായ കലാം എന്ന് പറയുന്നത്. മുഹക്കമായ വാക്ക്, മുഹക്കമായ ആയത്ത്, അത് ബഹുമാനപ്പെട്ട ഹക്കീമുൽ ഉമ്മ അല്ലാമ മുഫ്തി അഹമ്മദ് യാർ റഹിമഹുല്ലാ തഫ്സീറുൻ നഈമി 3-ാം വാല്യം 250-ൽ രേഖപ്പെടുത്തിയതായി കാണാം. 5-ാമത്തെ മുത്തശാബഹായ മുഹക്കമ് മുത്തശാബി. ഈ മുത്തശാബി അതിന്റെ ഉദ്ദേശം അഖില് വരൂല, ബുദ്ധി കൊണ്ട് ചിന്തിക്കാനൊന്നും ആ കാര്യമൊന്നും വരൂല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷയുമില്ലാത്ത അങ്ങനത്തെ സാധനം മുത്തശാബി. അതിന് അല്ലാഹു തആല വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അത് ബുദ്ധിക്ക് നമുക്ക് വരൂല്ല, ആ വിധത്തിലുള്ള കലാം, അതാണ് മുത്തശാബി എന്ന് തഫ്സീർ നഈമി അഷ്റഫു തഫാസീറിൽ തന്നെ 3-ാം വാല്യം 250-ൽ കാണാം. മറ്റൊരു ഇസ്തിലാഹ് ഇൽഹാം. അതായത് വലിയുടെ മനസ്സിൽ ചില സമയത്ത് ഉറക്കത്തിലോ ഉണർച്ചയിലോ ഒരു വാക്ക് ഇടപെടുന്നു.
അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടപെടുന്നു. അതിനേക്കാണ് ഇൽഹാം എന്ന് പറയാം. ഒരു വലിയുടെ മനസ്സിൽ ഇൽഹാം തെളിവാണോ ഇല്ലേ, അത് മറ്റൊരു ചർച്ച. ഉസൂലിയായ ഗ്രന്ഥങ്ങളിൽ ശറഹുൽ ഹഖായിദിലും മറ്റും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇൽഹാം എന്നതിന്റെ ഇസ്തിലാഹ് മാത്രം ആണ് ഇവിടെ പറയുന്നത്. വലിയുടെ മനസ്സിൽ ചില സന്ദർഭങ്ങളിൽ ഉറക്കത്തിലോ ഉണർച്ചയിലോ ഒരു വാക്ക് ഇടപെടുന്നു, ഇൽഖാവ് ചെയ്യപ്പെടുന്നു, മനസ്സിൽ ഇടപെടുന്നതിലേക്ക്, അതിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. ബഹാറു ശരീഅത്ത് തന്നെ 31-ാമത്തെ പേജിൽ പറഞ്ഞു. വഹിയു ഷൈത്വാനി എന്ന് ബഹാറു ശരീഅത്തിൽ ഉപയോഗിച്ചത് കാണാം. ഷൈത്വാനി വഹി, അതായത് ഷൈത്വാന്റെ ഭാഗത്തിൽ നിന്ന് കാഹിനുകൾക്ക്, സാഹിറുകൾക്ക്, കാഫിരീങ്ങൾക്ക്, ഫാസികളുടെ മനസ്സിൽ ഇടപെടുന്നത്. ജ്യോത്സ്യന്മാര്, സിഹിർ ചെയ്യുന്ന ആൾക്കാര്, സത്യനിഷേധികള്, തമ്മാടികളെ മനസ്സിലെല്ലാം, കള്ളത്തൊരീക്കത്തുകാരെ മനസ്സിലൊക്കെ ഇടപെടുന്ന അത് വഹിയു ഷൈത്വാനി. അത് ബഹാറു ശരീഅത്ത് 32-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇർഹാസ് എന്ന ഇസ്തിലാഹ്, 8-ാമത്തെ ഇർഹാസ്. ഇർഹാസ് പറഞ്ഞാല് നബിയിൽ നിന്ന് നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ്, നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് നബിമാരിൽ നിന്ന് പതിവിക്ക് എതിരായി നടക്കുന്ന സംഭവങ്ങൾ, അതിന് ഇർഹാസ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിക്കാലത്ത് വിരലനക്കിയപ്പോൾ, ചലിച്ചപ്പോൾ ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതും, അങ്ങനെ ഹലീമ ബിബി റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലപ്പാൽ കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളും അജായിബാത്ത്, അതെല്ലാം ഇർഹാസിന്റെ ഭാഗമാണ്. നുബുവത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് നബിയിൽ നിന്ന് പതിവിക്കെതിരായി നടക്കുന്ന അത്ഭുതങ്ങൾ, അതിനേക്കാണ് ഇർഹാസ് എന്ന് പറയാം. ബഹാറു ശരീഅത്ത് 38-ൽ കാണാം. കറാമത്ത്, കറാമത്ത് പറഞ്ഞാല് വലിയിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന് സാധാരണക്കെതിരായി, പതിവിനെതിരായി നടക്കുന്ന സംഗതികൾ, അതിനാണ് കറാമത്ത് എന്ന് പറയാം. കറാമത്ത് എന്ന അത്ഭുതങ്ങളെ പിന്നിൽ ഓടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ആ ഇസ്തിഖാമത്തിന്റെ ശേഷമേ കറാമത്ത് തീരുമാനിക്കാൻ കഴിയുള്ളൂ. അത്ഭുതം മാത്രം നോക്കി പിന്നാലെ ഓടാൻ പറ്റൂല. അത് ഇസ്തിദ്റാജും മറ്റുമാകാം, ശേഷം അത് വിശദീകരിക്കും. അപ്പൊ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് ആദത്തിനെതിരായിട്ട്, സാധാരണക്ക് വിപരീതമായി ഉണ്ടാകുന്നതിനേക്കാൾ കറാമത്ത് എന്ന് പറയാം. ബഹാറു ശരീഅത്ത് 38. മഊനത്ത്, ബിഗിയലൊക്കെ പറഞ്ഞല്ലോ, അത്ഭുതമായി ഉണ്ടാകുന്ന റാത്തിബത്തിലും മറ്റും കുത്തറാത്തിബിലൊക്കെ ഉണ്ടാകുന്ന സംഗതികൾ എല്ലാം ഒരേപോലെയല്ല. അങ്ങനെ നടക്കുന്ന ചിലത് കറാമത്ത് ഉണ്ടാകും, ചിലത് മഊനത്ത് ഉണ്ടാകും, ചിലത് ഇസ്തിദ്റാജ് ഉണ്ടാകും. എവിടെയും ഇസ്തിഖാമത്ത് പ്രധാനപ്പെട്ടതാണ്. ഇസ്തിഖാമത്തോടു കൂടെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് ബിഗിയലും അതുപോലെ മിർഖാത്തിലും അതുപോലെ തഖ്രീബുൽ ഉസൂല്, തംബീഹുൽ മുഖത്തറീൻ, മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. മഊനത്ത്, മഊനത്ത് പറഞ്ഞാല് സാധാരണ മുഅ്മിനീങ്ങളിൽ നിന്ന് ചിലപ്പോ അത്ഭുതകരമായ, അതായത് ആദത്തിനെതിരായിട്ട് സാധാരണക്ക് വിപരീതമായി നടക്കുന്ന സംഗതികൾ, അത് മഊനത്ത്, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന മഊനത്താണ്. ബഹാറു ശരീഅത്തിൽ തന്നെ 38-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. 11-ാമത്തെ ഇസ്തിലാഹ് ഇസ്തിദ്റാജ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാല് തമ്മാടികളിൽ നിന്നോ സത്യനിഷേധികളിൽ നിന്ന്, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ 72 വിഭാഗത്തിൽപ്പെട്ട, അല്ല അതിന്റെ ശാഖകളിൽപ്പെട്ട കള്ളത്തൊരീക്കത്തുകാര്, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്, അത് അവരുദ്ദേശിക്കുന്നത് പോലെ ചിലതുണ്ടാകും, അവർ പറയുന്നത് പോലെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് ഇസ്തിദ്റാജ് എന്ന് പറയാം. തമ്മാടികളിൽ നിന്നും സത്യനിഷേധികളിൽ നിന്ന് അവര് ആഗ്രഹിക്കുന്നത്, അവരോട് യോജിപ്പ് ഉണ്ടാകുന്ന വിധത്തിൽ ചില സംഗതികൾ ഉണ്ടായാൽ അതിന് ഇസ്തിദ്റാജ് എന്ന് പറയാം. ദജ്ജാലിൽ നിന്നും അതുപോലെ ഷയാത്വീനിൽ ഇൻസിൽ നിന്നും ഷയാത്വീനിൽ ജിന്നിൽ നിന്നും കള്ളത്തൊരീക്കത്തുകാരും അതുപോലെയുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന അതെല്ലാം ഇസ്തിദ്റാജിന്റെ ഭാഗമാണ്. മറ്റൊന്ന് ഇഹാനത്ത്. ഇഹാനത്ത് എന്ന് പറഞ്ഞാല് തമ്മാടികളിൽ നിന്നും സത്യനിഷേധികളിൽ നിന്ന് അവര് ആഗ്രഹിക്കുന്നതിന് വിപരീതകം വരാം. അവർ ഉദ്ദേശിക്കുന്ന ഒന്ന്, അവർ വെളിവാക്കിയതൊന്ന്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനാണ് അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊടുക്കുന്നത് ഇഹാനത്ത് എന്ന് പറയുന്നത്. അത് ബഹാറു ശരീഅത്ത് 38-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ഷഫാഅത്ത്, മുസ്തശ്ഫഉ ഇലൈഹി, ആരുടെ അടുക്കലാണ് ഷഫാഅത്ത് ആഗ്രഹിക്കുന്നത്? മുസ്തശ്ഫഉ ഇലൈഹിയുടെ അടുക്കൽ. കാരണം ഷഫാഅത്ത് 3 വിധമുണ്ട്: ഷഫാഅത്ത് ബിൽ വജാഹത്തി, ഷഫാഅത്ത് ബിൽ മഹബ്ബത്തി, ഷഫാഅത്ത് ബിൽ ഇദ്ന്.
പ്രത്യേകിച്ചും നാം മനസ്സിലാക്കണം, ഇന്ത്യൻ വഹാബികളെ ഒന്നാമത്തെ ലീഡറായ മൗലവി ഇസ്മായിൽ ദഹലവി വഹാബി തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകം, അതുപോലെ റിസാല യക്രോസി സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ വ്യക്തിയാണ് ഇസ്മായിൽ ദഹലവി. അലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അൽ കൗകബ് ഷഹാബിയ, അസുയൂഫിൽ ഹിന്ദിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ഇസ്മായിൽ ദഹലവിക്കെതിരായിട്ട് ധാരാളം എഴുതിയിട്ടുണ്ട്. അതിന്റെ മുമ്പ് ഇസ്മായിൽ ദഹലവിയുടെ കാലഘട്ടത്തിൽ തന്നെ തഹ്രീകെ ജംഗ് ആസാദിയുടെ ക്യാപ്റ്റനായ ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലി തഖ്വ, അതുപോലെ ഇംതിനാഉൻ നദീർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അലാ ഹസ്രത്ത് റഹിമഹുള്ളയുടെ ഉസ്താദിന്റെ ഉസ്താദാണ് അല്ലാമ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുള്ളാഹിന്റെ പ്രധാന ശിഷ്യനും കൂടിയാണ്. ആ മഹാനവറുകളിൽ തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലി തഖ്വ 72-ലും അതുപോലെ 142-ലും അതുപോലെ 140-ലും വിശദമായി പറഞ്ഞത് കാണാം ഷഫാഅത്തിന്റെ 3 ഖിസ്മുകളും. ഇസ്മായിൽ ദഹ്ലവി തഖ്വിയത്തുൽ ഈമാൻ, അതായത് യഥാർത്ഥത്തിൽ തഫ്വിയത്തുൽ ഈമാൻ, ഈമാനെ നശിപ്പിക്കുന്ന പുസ്തകം, ഷഫാഅത്തിനൊക്കെ നിഷേധിക്കാൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോന്നും ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലി തഖ്വയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ് മുസ്തശ്ഫ ഇലൈഹി, ഷഫാഅത്ത് ബിൽ വജാഹത്ത് എന്ന് പറഞ്ഞാൽ മുസ്തശ്ഫ ഇലൈഹി ആയ അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുന്ന ആൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ള ഇസ്സത്ത്, വജാഹത്ത്, വജാഹ്, വകാന വജീഹൻ ഇൻദല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. വജീഹ്, വജാഹത്തുള്ള ആ ഇസ്സത്തും മർത്തബുള്ള ആള്, അതിന്റെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നത്. എന്നാൽ ഷഫാഅത്ത് ബിൽ വജാഹത്ത് എന്ന് പറയും. മുസ്തശ്ഫ ഇലൈഹി, ആരുടെ അടുക്കലാണ് ഷഫാഅത്ത് ചെയ്യാൻ നമ്മൾ അപേക്ഷിക്കുന്നത്, ആ ദാത്തിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുന്ന ആൾക്കുള്ള സ്ഥാനം, ഇസ്സത്ത്, മർത്തബത്തുണ്ട്, വജാഹത്തുണ്ട് എന്ന അങ്ങനത്തെ ആള്, അങ്ങനെ ഒരു വജാഹത്ത് ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നു. അതാണ് ഷഫാഅത്ത് ബിൽ വജാഹ. രണ്ടാമത്തത് ഷഫാഅത്ത് ബിൽ മഹബ്ബത്തി. ഷഫാഅത്ത് ബിൽ മഹബ്ബത്ത് എന്ന് പറഞ്ഞാല് ഷഫാഅത്ത് സ്വീകരിക്കപ്പെടാൻ കാരണക്കാരൻ, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടാൻ കാരണം എന്താ? മുസ്തശ്ഫ ഇലൈഹി, അതായത് അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുന്ന ആളോടുള്ള സ്നേഹമുണ്ട്. നമ്മൾ ആരോടാണ് ഷഫാഅത്ത്, ആരടുക്കൽ ഷഫാഅത്ത് ചെയ്യാൻ ആരെയാണോ അന്വേഷിക്കുന്നത്, നമ്മൾ ഒരാളെ തവസ്സുലാക്കുന്നത്, ഷഫാഅത്ത് ചെയ്യുന്നത് മുസ്തശ്ഫ ഇലൈഹിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ഒരു സ്നേഹം ഉണ്ടാകും. ആ ദാത്തിനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷഫീഇനോട് സ്നേഹമുണ്ട്. അതിന്റെ പേരിൽ ഷഫാഅത്ത് ചെയ്യുമ്പോൾ ഷഫാഅത്തുൽ മഹബ്ബത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ആ നിലക്കും ഷഫാഅത്ത് ബിൽ മഹബ്ബത്തും അതിൽപ്പെട്ടതാണ്. പിന്നെ ഷഫാഅത്ത് ബിൽ ഇദ്ന്, ഇതിന്റെ അർത്ഥം എന്താ? ഷഫാഅത്ത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ ഷഫാഅത്ത് ചെയ്യുന്നത്, ഷഫാഅത്ത് ചെയ്യുന്ന ആള് മുസ്തശ്ഫ ഇലൈഹിന്റെ അടുക്കല് ആ ഷഫാഅത്ത് ചോദിക്കാനുള്ള സമ്മതം അവനിക്കുണ്ട്. ഒരാൾക്ക് ഇങ്ങൊരാളടുക്കൽ ഷഫാഅത്ത് ചെയ്യാനുള്ള സമ്മതമുണ്ട്. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബി ഇദ്നിഹി ലാ യശ്ഫഉന ഇല്ലാ ലിമൻ ഇർതദാ, അങ്ങനെ ഇല്ലാമൻ അദിന ലഹു റഹ്മാൻ, ഇങ്ങനെ ഖുർആനിൽ വ്യത്യസ്തമായ സ്ഥലത്ത് കാണാം അള്ളാഹു ഇദ്ന് കൊടുത്ത ആൾക്കാരല്ലാതെ ഷഫാഅത്ത് ചെയ്യൂല. അപ്പൊ ഷഫാഅത്തിന് ഇദ്ന് കൊടുക്കപ്പെട്ട, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലിൽ നിന്ന് ഷഫാഅത്തിന് ഇദ്നും അതുപോലെ പവറെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാ 79-ാമത്തെ ആയത്ത് മഖാമു മഹ്മൂദ, അവിടെ മഖാമു ഷഫാഅത്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ തഫ്സീർ ജാമിഉൽ ബയാനിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഷഫാഅത്ത് ബിൽ ഇദ്ന് കൊടുക്കപ്പെട്ട ആള്, ഇങ്ങനെ ഇസ്തിലാഹുകളാണ് ബഹാറു ശരീഅത്തിന്റെ തുടക്കത്തിലുള്ളത്. അതുപോലെ ബർസഖ്, ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താ? ബർസഖിയായ ജീവിതം, ദുനിയാവിന്റെയും ആഖിറത്തിന്റെ ഇടയിലുള്ള ഒരു ലോകം. അത് ഖബർ ജീവിതമാവട്ടെ മറ്റു ജീവിതമാകട്ടെ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെ ഇടയിൽ ഉള്ള ഒരു ലോകമാണ് ബർസഖ്. പണ്ടൊരാള് എനിക്ക് ഖബറിന്റെ അദാബ് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മരിച്ചാൽ ഇന്ന് കത്തിച്ച് കളയണേന്ന് പറഞ്ഞു. പക്ഷേ ബർസഖ് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ഉള്ളിൽ ഖബറെടുക്കപ്പെട്ട മാത്രം ശിക്ഷിക്കപ്പെടുന്നല്ല. ബനൂ ഇസ്രായേലിന്റെ കാലത്ത് ഒരാള് എല്ലാം
കത്തിച്ച് കളയണം. എന്തേ ചോദിച്ചപ്പോൾ നിന്റെ ഖൗഫ് കൊണ്ടാണ് പഠിച്ചത് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ബുഖാരിലും മുസ്ലിമിലൊക്കെ കാണാമല്ലോ. അത് അള്ളാഹുവിന്റെ ഖൗഫ് അങ്ങേയറ്റം ഉള്ളത് കൊണ്ട് ഓരോ ജുസ്സുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. അത് മുമ്പുള്ള ശരീഅത്തിൽ അങ്ങനെ പറ്റുമായിരുന്നു എന്ന അതിന്റെ ഷാരിഹ്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബർസഖ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ആഖിറത്തിന്റെ ഇടയിലുള്ള ഒരു ലോകമാണ് ബർസഖ് എന്ന് ബഹാറു ശരീഅത്തിൽ തന്നെ 50-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല ഈമാന്, ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, അശാഇറത്ത്, അശ്അരിയത്ത്, മാതുരീദിയത്ത് ഇതെല്ലാം നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ ശറഉൽ അഖായിദിലൊക്കെ പറഞ്ഞതുപോലെ, അതുപോലെ ബഹാറു ശരീഅത്ത് 1-ാം വാല്യം 92-ൽ പറഞ്ഞു, സിദ്ഖോടുകൂടെ, മനസ്സിൽ സിദ്ഖോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ലറൂറിയാത്തുദ്ദീനിൽപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം തസ്ദീഖ് ചെയ്യുക. ശരിക്കുള്ള മനസ്സിൽ, ശരിയായ മനസ്സോടുകൂടെ ലറൂറിയാത്തുദ്ദീനായ സംഗതികൾ എന്തെല്ലാമുണ്ട് അതെല്ലാം തസ്ദീഖ് ചെയ്യുക. അതാണ് ഈമാൻ. ബഹാറു ശരീഅത്ത് 92. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ലറൂറിയാത്തുദ്ദീന് ഇതിന്റെ തർത്തീബ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പലരും ഏതെങ്കിലും ബിദഅത്തുകാരിലേക്കോ അല്ലെങ്കിൽ ബിദഅത്തുകാർക്ക് കോടി വെച്ച് കൊടുക്കുന്ന, ബിദഅത്തിനൊക്കെ വെള്ള പൂശുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളത്തൊരീക്കത്തിൽ പെട്ടുപോവുകയാണ്. ലറൂറിയാത്തുദ്ദീൻ പ്രധാനപ്പെട്ട വിഷയമാണ്. 2-ാമത്തെ സ്റ്റെപ്പാണ് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന. 3-ാമത്തെ വിഷയമാണ് മഅമൂലാത്തു അഹ്ലി സുന്ന. ലറൂറിയാത്തു അഖായിദി സുന്ന, ലറൂറിയാത്തുദ്ദീൻ, ദീനിൽ നിഷേധിക്കാൻ പറ്റാത്ത സംഗതികൾ, ദീനിൽ പരിപൂർണമായി വിശ്വസിക്കണം, അങ്ങനത്തെ സംഗതി ലറൂറിയാത്തുദ്ദീൻ. ആ ലറൂറിയാത്തുദ്ദീൻ വിശ്വസിച്ചാലേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ, മുസ്ലിം ആവുകയുള്ളൂ. അതേ സ്ഥാനത്ത് ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, അത് പരിപൂർണമായി വിശ്വസിച്ചാലേ ഒരാൾ സുന്നി ആവുകയുള്ളൂ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പെടുകയുള്ളൂ. അല്ലാഹു തആല നമ്മളെ യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലും യഥാർത്ഥ സുന്നികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. 3-ാമത്തെ വിഷയം മഅമൂലാത്തു അഹ്ലി സുന്ന, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ. മൗലൂദ് ഷരീഫ്, മീലാദ് ഷരീഫ്, ഉറൂസ് മുബാറക്ക്, റാത്തിബത്തിന്റെ മജ്ലിസുകൾ, അനുസ്മരണങ്ങൾ, ഇസ്തിഗാസ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ, പുണ്യകർമ്മങ്ങൾ. ഈ പുണ്യകർമ്മങ്ങളെല്ലാം മഅമൂലാത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടതാണ്. റാത്തിബത്തിന്റെ ഈ മൗലൂദിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകളെല്ലാം. പക്ഷേ മഅമൂലാത്തു അഹ്ലി സുന്ന തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകാണ്ട് ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നയിലേക്ക് ഒരുപാട് നിഷേധമുള്ള കള്ളത്തൊരീക്കത്തുകാർ പലരെയും വഞ്ചനയിൽപ്പെടുത്താൻ നോക്കുന്നുണ്ട്. നാം ജാഗ്രതരാകേണ്ടതുണ്ട്. സമുദായത്തിലേക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും ലറൂറിയാത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖാസും ആമും, എല്ലാ ഖാസും ആമും അറിയുന്ന മസ്അലകൾ, മസായിലുദ്ദീൻ, ദീന്റെ മസ്അലകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അംബിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്ത്, സ്വർഗം, നരകം ഇത്യാദി കാര്യങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുക. ഈ സംഗതികൾക്കാണ് ലറൂറിയാത്തുദ്ദീൻ. എല്ലാ ഖാസും ആമെന്ന് പറഞ്ഞാൽ ഈ ഖാസ്, ആമ്, അതിൽ പെടുന്നവരാര്, പെടാത്തവരാര്, നമുക്ക് ഇൻഷാ അല്ലാഹ് ലറൂറിയാത്തുദ്ദീനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നുള്ളത് അശ്അരിയ, അശാഇറത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദകളിൽ അഖായിദ്, ഉസൂലിയ അഖായിദുണ്ട്, ഫുറൂഇയായ അഖായിദും ഉണ്ടല്ലോ. അതായത് ഫിഖ്ഹിൽ ഉസൂലാണ് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അഖായിദിൽ ഖുർആൻ, ഹദീസ്, സവാദുൽ ആളം, അഖ്ല് സലീം, ഇതാണെന്ന് ഒരുപാട് ആധാരങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും ദലായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇബാറാത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അൽ-ലത്തായ നബവിയ ഫിൽ ഫതാവ റളിയല്ലാഹു അത് വിശദീകരിച്ചിട്ടുമുണ്ട്. അഖായിദിന്റെ 4 ഉസൂല് ഖുർആന്, ഹദീസ്, സവാദുൽ ആളം, അഖ്ല് സലീം, ഈ 4 അടിസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്ത് അഖായിദിന്റെ ഉസൂലുകൾ. അപ്പൊ ഏതായാലും ഉസൂലുമുണ്ട്, ഫുറൂഉമുണ്ട് അഖായിദിൽ. പക്ഷേ ഈ 4 ഉസൂൽ അറിയുന്നവർ, സവാദുൽ ആളം, അഖ്ല് സലീം, ഖുർആൻ, ഹദീസ്, സവാദുൽ ആളം, അഖ്ല് സലീം, ഈ തുടങ്ങിയ സംഗതികളൊക്കെ അറിയുമ്പോൾ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥവും അതുപോലെ ബിദ്അത്തുകാരുടെയും കള്ളത്തൊരീക്കത്തുകാരുടെ വഞ്ചനകളുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചും ഫുറൂഉൽ അഖായിദിൽ ശരിക്കുമുള്ള ഈ 4 അടിസ്ഥാനത്തിൽ, അതേ സ്ഥാനത്ത് അഖീദയിൽ തഖ്ലീദ് പറ്റൂലേ, വല്ലാത്തൊരു ചർച്ചയാണ്. അതെല്ലാം ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ ഈ ഉസൂലും ഇസ്തിലാഹത്തും നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ ഇൽമുൽ കലാം മഹ്മൂദാണ് മദ്മൂമാണ് എന്ന് പല ചർച്ചകളും അയിമത്തിന്റെ ഗ്രന്ഥ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് ഭാഗത്തിന്റെ ദലീലുകളും പറഞ്ഞ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമുൽ കലാമിന്റെ ഫവായിദ് എന്തെല്ലാം, ഇൽമുൽ കലാമിന്റെ ആഫാത്ത് എന്തെല്ലാം എല്ലാം വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ ബയാനുൽ അഖായിദിലും അതുപോലെ റിസാലത്തുൽ ഖുദ്സിയ ഫി ബയാനിൽ ഖവായിദ് ഫി ബയാനി ഖവായിദിൽ അഖായിദ് എന്നതിലെല്ലാം വിശദമായി അൽ ഇഖ്തിസാദു ഫിൽ മസായിൽ തുടങ്ങിയതിലൊക്കെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അശ്അരിയാത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പിൻപറ്റുന്നവർ, അവർക്കാണ് അശായിറത്ത് അശ്അരിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ അശായിറത്ത് സുന്നത്തെ ജമാഅത്തിനും അശായിറത്ത് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അശ്അരിയ അശായിറത്ത് ഏതായാലും അബുൽ ഹസൻ ഇമാം അഹ്ലി സുന്ന അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബിയുടെ സന്താനങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു പിൻപറ്റുന്ന അഖായിദിന്റെ ഫുറൂഇൽ അഖായിദിൽ ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഭാഗമാണ് അശായിറാക്കൾ. ബഹാറു ശരീഅത്തിൽ തന്നെ 95 പറഞ്ഞത് കാണാം. അതുപോലെ മാതുരീദിയത്ത് എന്ന് പറഞ്ഞാൽ ഫുറൂഇൽ അഖായിദിൽ ഇമാമു അലമിൽ ഹുദ, അതായത് ഇമാം അഹ്ലുസുന്ന അബു മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു സയ്യിദുന അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വഹാബിയായ ആ സ്വഹാബിയുടെ സന്താനങ്ങളുടെ മഹാനാണ് ഇമാം അബു മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. അവരെ ഫുറൂഇൽ അഖായിദിൽ പിൻപറ്റുന്നവർ അവരാണ് മാതുരീദിയത്ത്. അശ്അരിയത്ത് മാതുരീദിയത്ത് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 10ാമത്തെ വാല്യത്തിലും അതുപോലെ ഇമാം അബ്ദുൽ വഹാബി ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ജവാഹിർ ഫി അഖായിദിൽ അകാബിർ അൽ ജവാഹിർ വൽ യവാഖീദ് ഫി അഖായിദി അകാബിർ ഉമ്മ ആ ഗ്രന്ഥത്തിലും മറ്റും വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലും മറ്റുള്ളതിനെ ശരീക്കാക്കുക, അതാണ് ഷിർക്ക്. അത് വഖാറുൽ ഫത്താവ 1ാം വാല്യം 270ാമത്തെ പേജിൽ കാണാം. അശ്അരിയത്ത് മാതുരീദിയത്തിനെ സംബന്ധിച്ച് ബഹാറു ശരീഅത്ത് 95ലും അതുപോലെ ആല ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയുടെ ഫത്താവ റൽവിയയിലും അതുപോലെ അൽ മബാഹിസുൽ കലാമിയ ഫിൽ അതായ നബവിയ അതിലൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട മഹത്തുക്കൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ പ്രത്യേകിച്ച് ബഹാറു ശരീഅത്തിൽ പറഞ്ഞ ഇസ്തിലാഹത്തിൽ ഷിർക്ക് അതുപോലെ ജിസിയ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദാത്തിലും സിഫാത്തിലും മറ്റുള്ള ശരീക്കാക്കുക, പങ്കാളിയാക്കുക, കൂട്ടുകാരനാക്കുക. ഈ ഷിർക്കിന്റെ തഅരീഫ് പറയാതെ പലരും വഞ്ചനയിൽപ്പെടുന്നു. ഷർഉൽ അഖായിദ് അതുപോലെ ഖയാലിലൊക്കെ ഉള്ളതുപോലെ ഉലൂഹിയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്ത് സിഫാത്ത് അതിന് ശരീക്കാക്കുമ്പോഴാണ് ഷിർക്കാകുക എന്ന് മഹാന്മാർക്ക് താളീമാക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ അതിനിക്ക് ഇബാദത്തിന്റെ അർത്ഥം വെച്ചിട്ട് അതിനും ഷിർക്ക് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ബിംബങ്ങൾക്കും ബിംബാരാധകർക്കും ഇറങ്ങിയ ആയത്തുകളെല്ലാം മുസ്ലിമീങ്ങൾക്കും മഹാന്മാരായ മഹത്തുക്കളുടെ മഖ്ബറുകളിലേക്കും ചുമത്തിക്കൊണ്ട് ഖവാരിജ് അങ്ങനെ ചെയ്തിരുന്ന ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാനെ തൊട്ട് രേഖപ്പെടുത്തിയതുപോലെ ആ ഒരു സ്വഭാവം ഖവാരിജിന്റെ ശാഖകളായ വഹാബികളും ചെയ്ത് ഇന്ന് പലതും ഷിർക്ക് എന്ന് പറയുന്നു. അതുപോലെ ജിസിയ, ഇസ്ലാം ഹുക്കൂമത്തിൽ ഇസ്ലാമി ഭരണമുള്ള സ്ഥലത്തിൽ നിന്ന് അഹ്ലി കിതാബിൽ നിന്ന് അവരുടെ ശരീരവും സമ്പത്തും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിന് അവരിൽ നിന്ന് ശർഈയായ മഹസൂല് ഇവദിന് കരസ്ഥമാക്കുന്നു, അതിനാണ് ജിസിയ എന്നൊക്കെ പറയുന്നത്. തഫ്സീർ നഈമി 10ാം വാല്യം 254 കാണാം. അതുപോലെ തഖ്ലീദ് പറഞ്ഞാൽ ഒരാളുടെ ഖൗല് ഫിഅല് സ്വന്തത്തിന്റെ മേൽ നിർബന്ധമാക്കുക, അത് ശർഈയായ ഉജൂബാണെന്ന് മനസ്സിലാക്കുക. കാരണം അദ്ദേഹത്തിന്റെ കലാമ് അതുപോലെ അവന്റെ ഫിഅല് നമുക്ക് ദലീലാണ്, ഹുജ്ജത്താണ്. കാരണം ഇത് ശർഈയായ മുഹഖഖാണ് എന്ന് വിശ്വസിക്കുക. അതായത് ശർഈയായ മസ്അലകളിൽ ഹനഫികൾ ഇമാമുൽ ആദം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ഖൗല് ഫിഅല് സ്വന്തത്തിനിക്ക് ദലീലായി വിചാരിക്കുന്നു. ദലായിൽ ശർഈയയിൽ നോക്കൂല. കാരണം തഖ്ലീദ് പറഞ്ഞാൽ തന്നെ ഖബൂൽ ഖൗലിൽ ഗൈരി ബിലാ ഹുജ്ജ നൂറുൽ അൻവാറിലും മറ്റും കാണാം. ജാൽഹഖ് 22 കാണാം. ശർഈയായ ദലീലിലേക്ക് നോക്കാതെ, കാരണം സാധാരണ തഖ്ലീദാകുമ്പോൾ അങ്ങനെയാണല്ലോ, അതിന്റെ ദലായിലേക്ക് നോട്ടമില്ല. അത് വിശദമായി തഖ്ലീദുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ശർഈയ മസ്അലകൾ 3 ഒന്ന് അഖായിദ്, അതിൽ ആരുടെയും തഖ്ലീദ് പറ്റൂല. സത്യത്തിൽ ഉസൂൽ അഖായിദായ ഖുർആനി ഹദീസ്
സവാദുൽ ആദം, അഖ്ലി സലീം ഇത് വിശദമായി മനസ്സിലാക്കിയാൽ പല സംശയങ്ങളും അതിൽ നമുക്ക് നീക്കാൻ കഴിയും. അതുപോലെ രണ്ടാമത്തെ ഹുക്മുകൾ, പരിശുദ്ധ ഖുർആൻ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഇജ്തിഹാദിൽ വ്യക്തമായിട്ട് സ്ഥിരപ്പെട്ട സംഗതികൾക്ക് ഇജ്തിഹാദിൽ അതിന് പ്രവേശനമില്ല. അവിടെ തഖ്ലീദൊന്നും പറ്റൂല. 5 വക്ത് നിസ്കാരം, അതിൽ ആരെയും തഖ്ലീദില്ല. നിസ്കാരത്തിന്റെ റക്അത്തുകൾ, 30 നോമ്പുകൾ, ഇത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വ്യക്തമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇജ്തിഹാദിന്റെ ആവശ്യമില്ല. ഇത് രണ്ടാമത്തെ മസലയാണ്. മൂന്നാമത്തെ മസല, അഹ്കാമ് ഖുർആനിലും ഹദീസിൽ നിന്ന് ഇസ്തിംബാത്തും ഇജ്തിഹാദും ചെയ്തുകൊണ്ട് പുറപ്പെടുവിക്കുന്നത്. അവിടെ മുജ്തഹിദ് അല്ലാത്ത ആളുകൾക്ക് തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. മുജ്തഹിദാണോ ഖുർആൻ ഹദീസിന് ഇസ്തിംബാത്തും ഇസ്തിഹാദ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന അവർക്ക് തഖ്ലീദ് ഹറാമാണ്. ആ ഇസ്തിഹാദിൽ പല സ്റ്റെപ്പുകളും മർത്തബകളും ഉണ്ട്. അത് വിശദമായി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റിസാലയിലും, അതുപോലെ ഫവായിദ് മക്കിയ, അതുപോലെ തുഹ്ഫയിലും, അതുപോലെ ജാ അൽ ഹഖ് 25-26 പറഞ്ഞത് കാണാം. അതുപോലെ ഖിയാസ് എന്ന് പറഞ്ഞാൽ ലുഗ്വിയായ ഖിയാസ് പറഞ്ഞാൽ മറ്റുള്ളൊരു ശൈലി കാണുക. അതുപോലെ ഇതുപോലെ അങ്ങനെ ശരീഅത്തിൽ ഇസ്ലാമിൽ ഫറഇയായ മസ്അലക്ക് അസ്ല് മസ്അലയിൽ നിന്ന് ഇല്ലത്തും ഹുക്മും കൂട്ടിക്കൊണ്ട് ഖിയാസാക്കുക. ഇല്ലത്തും ഹിക്മത്തും നോക്കിയിട്ട് കൂട്ടുക. അവിടെ ഇല്ലത്ത് ഇതാണ്, അവിടെ ഹുക്കം അങ്ങനെയാണ്, അതേപോലെ ഇവിടെയും ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ഖിയാസാക്കുക. അത് ജാലക്കൽ തന്നെ 43 പറഞ്ഞത് കാണാം. അതുപോലെ ബിദ്അത്ത്, ഇഅ്തിഖാദിൽ ബിദ്അത്ത് ഉണ്ടാകും, അമലിൽ ബിദ്അത്ത് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യക്ഷമായ കാലത്തിൽ ഇല്ലാത്തത് അത് വിശദമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്ത് 5 വിധമുണ്ടല്ലോ. വാജിബ്, അത് ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാറിലും അതുപോലെ നൂറുൽ അലാമിൽ ഒക്കെ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ, അതുപോലെ ബിദ്അത്ത് ഹസനത്ത്, ബിദ്അത്ത് സയ്യത്ത് ഉണ്ട്. വിശദമായി മഹാന്മാരൊക്കെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹാബിലിൽ ഫതാവയിലും, അതുപോലെ ഇമാം നബവി റഹ്മത്തുള്ളാഹി തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്തിലും അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖിലാഫത്തുർ റാഷിദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യക്ഷമായ ഹയാത്ത് ശേഷം, അവിടുത്തെ വഫാത്ത് ഷരീഫ്, അവിടുത്തെ വഫാത്ത് ശേഷമുള്ള ഹയാത്ത് സമയം 4 ഖലീഫമാർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പിന്നെ ചില മാസങ്ങൾക്ക് ഇമാം ഹസൻ മുജ്തബ റളിയല്ലാഹു അൻഹു, അവരാണ് ഖിലാഫുർ റാഷിദീൻ. അവരെ ഖിലാഫത്തുർ റാഷിദ എന്ന് പറയുമെന്ന് ബഹാറു ശരീഅത്ത് 1-ാം വാല്യം 124 കാണാം. അശറത്തുൽ മുബശ്ശറ 10 സ്വഹാബികൾ, സുമർ റളിയല്ലാഹു അൻഹു, അബീ ബക്കറിൻ, ആ ബൈത്തിൽ നമ്മൾ സാധാരണ ചെല്ലാറുള്ള ആ 10 സ്വഹാബികൾ അശറത്തുൽ മുബശ്ശറ അൽ-ലത്താഇ നബവിയ്യ 29-ാം വാല്യം 363 കാണാം. അതുപോലെ ഖതാ മുഖറർ, ഖതാ മുൻകർ. ഖതാ മുഖറർ എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദിലുള്ള ഖതാ, അതിന്റെ കാരണം കൊണ്ട് ദീനിലൊരു ഫിത്നയൊന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഹനഫിന്റെ അടുക്കൽ മഅ്മൂമിനിക്ക് ഇമാമിന്റെ പിന്നിൽ ഫാത്തിഹ ഓതാൻ പാടില്ല. അതേപോലെ ഷാഫികൾക്ക് ഇമാമിനിക്കും മഅ്മൂമിനിക്കും അത് വിശദമായ മസലയോടുകൂടെ അങ്ങനെ ഖതൈ മുഖറർ എന്ന് പറയും. ഇസ്തിഹാദിയായ ഖത ആണ്. അതിന്റെ കാരണം ദീനൊന്നും ഫിത്ന ഉണ്ടാകാൻ പോണില്ല എന്നൊക്കെ അവർ ഉദാഹരണം പറയുന്നത് ഇമാമിന്റെ പിന്നിൽ ഫാത്തിഹ ഓതുന്ന പോലെ. അതൊരു അങ്ങനെ ചെയ്യുന്നവർ ഖതഹ് മുഖറാണ് എന്ന് ബഹാറു ശരീഅത്ത് 1-ാം വാല്യം 128 പറഞ്ഞത്. ഖതഹ് മുൻകർ എന്ന് പറഞ്ഞാൽ ഇസ്തിഹാദിയായ ഖത തന്നെയാണ് ഇതും. പക്ഷേ അതിന് നിഷേധിച്ചാൽ ആ ഖതയിൽ കൊണ്ട് ഫിത്ന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശദമായി കുറെ ഇസ്തിലാഹുകൾ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നമുക്ക് ബഹാറു ശരീഅത്തിന്റെ ഈ ദിറാസ നമുക്ക് ഓരോന്നുമായിട്ട് നമ്മൾ സംസാരിക്കുകയും പഠിക്കേണ്ടതുമുണ്ട്. ഏതായാലും പറ്റുന്നവരൊക്കെ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അർ-റിസാലത്തുൽ ഖുദ്സിയ ഫി ഖവാഇദിൽ അഖായിദ്, ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞ, അതുപോലെ മഹാനവറുകൾ എഴുതിയ മറ്റു ഗ്രന്ഥങ്ങൾ, ഖവാഇദുൽ അഖായിദിന്റെ ശൈലി 4 റുക്നുകൾ, ഓരോ റുക്നിലും 10 ഉസൂലുകളാണ്, 40 ഉസൂലുകളാണ് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അള്ളാഹുവിന്റെ ദാത്തിനെ അറിയുക, അതിന് 10 ഉസൂല്. അള്ളാഹുവിന്റെ സിഫാത്തിനെ അറിയുക, അതിന് 10 ഉസൂല്. അഫ്ആലുല്ലാഹിനെ അറിയുക, അതിന് 10 ഉസൂല്. അതുപോലെ മൻഖൂലായ റിവായത്തുകളെ ഹക്കാണ് മനസ്സിലാക്കുക, അതിന്റെ 10 ഉസൂല്. ഇങ്ങനെ 40 ഉസൂല് ഖവാഇദുൽ അഖായിദിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതും നാം മുതാല ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇഹ്യാ ഉലൂമുദ്ദീനിലും അതുപോലെ മറ്റുള്ള അൽ ഇഖ്തിസാദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞ ഇൽമുൽ കലാം അതെല്ലാം വലിയ ഫായദ ഉള്ളതാണ്. ഫായദ ഇല്ലാത്ത ഇൽമുൽ കലാമും ഉണ്ട്, ഫായദ ഉള്ള ഇൽമുൽ കലാമുണ്ട്. എന്നാൽ ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദ് അതുപോലെ